അത് കൃഷിയുടെ എല്ലാവർക്കും അറിയാമല്ലോ. കൃഷിക്ക് എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിലേ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അത് ഈ നമ്മൾ ഈ വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രി കൊണ്ട് ആന നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടുക. അവർ നഷ്ടപരിഹാരം തരിക എന്ന് പറഞ്ഞാൽ നാമമാത്രമായിട്ട് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ 100 കടമ്പകൾ കടക്കണം. അതിന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് നാമമാത്രമായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. ഞങ്ങളൊക്കെ ഇത്രയും പ്രായമുള്ളവരെ ഞങ്ങൾ 3ാമത്തെ തലമുറയായി ഇവിടെ താമസിക്കുന്നത്. ഇതിനോടിടയ്ക്ക് ആദ്യമായിട്ടാണ് കാട്ടിൽ ആനയുടെ ശല്യം ഉണ്ടാകുന്നത്. ഞങ്ങളെല്ലാവരും കൃഷി കൊണ്ട് ഉപജീവനം കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തുവായാലും ഇനി ആനയിൽ നിന്ന് ശല്യം ഉണ്ടാകാത്ത ഒരു ശാശ്വത പരിഹാരമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇത് രാത്രിയിലെ ബഹളം കേട്ടോണ്ട് ഉണർന്നപ്പം ശബ്ദം കേട്ട് ഇപ്പം മനസ്സിലായി ആനയുടെ ആയിരിക്കുമെന്ന്. പട്ടിയൊക്കെ പട്ടിയുടെ ഭയങ്കര കുരയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പടക്കം പൊട്ടിച്ച് കുരങ്ങിന് വേണ്ടി മേടിച്ച് വെച്ചേക്കുന്ന പടക്കമുണ്ട്. അങ്ങനെ ആ പടക്കം പൊട്ടിച്ചപ്പം 2-3 പടക്കം പൊട്ടിച്ചപ്പോൾ ശബ്ദം നിന്നു. പിന്നെ രാവിലെയാ മനസ്സിലാകുന്നത് ആനയാ വന്നേന്നുള്ളത്. ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 3ാമത്തെ തലമുറക്കാർ. അതിനു മുമ്പ് അതുവരെ ഇവിടെ ആനയെന്നൊരു ശല്യം ഉണ്ടായിട്ടില്ല. ഈ അടുത്ത സമയത്ത് കുരങ്ങിൻ്റെ പോലും ശല്യം വരുന്നത്. എല്ലാ മൃഗങ്ങളുടെ പിന്നെ പന്നിയുടെ ശല്യം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ സോളാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആന കയറി സോളാറും എല്ലാം നശിപ്പിച്ചു. പിന്നെ കമ്പിവേലി അപ്പുറത്തിട്ടിരുന്ന എല്ലാം നശിപ്പിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം കൃഷി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വീട്ടിൽ ജോലിയുള്ളവരോ അല്ലാതെ ഒന്നുമില്ല. ഞങ്ങൾ കൃഷി ചെയ്താണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ കൃഷി നശിക്കാതെ ഞങ്ങൾക്ക് ജീവന് സ്വത്തിനും സംരക്ഷണം വേണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ശാശ്വതമായ പരിഹാരമായിരിക്കണം വേണ്ടുന്നത്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വല്ല പ്രശ്നമായിരുന്നു. വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങണം. നാളെ 99 വയസ്സുള്ള അച്ഛനും 85 വയസ്സുള്ള അമ്മയും അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ 6 വയസ്സ് 5 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞുങ്ങളും 3-4 എണ്ണം ഉണ്ട്. അതുപോലെ ഞങ്ങൾ 8-10 ഉണ്ട് വീട്ടിൽ. തൊട്ടറമ്പാ ഒരുപാട് വീടുകളുള്ളല്ലേ? ഇവിടെ എല്ലാം ചുറ്റുപാടും വീടുകളുള്ളതാ. ഇതിന് എന്തെങ്കിലും ഒരു സമാധാനം ഗവൺമെന്റിൽ നിന്നുണ്ടായിരിക്കുന്ന ശരിയാവില്ല. കാരണം ഫോറസ്റ്റ് ഉണ്ട്. അവരെ പറഞ്ഞിട്ട് അവർ മനുഷ്യരല്ലേ. ആന വരാതിരിക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. അതാണ് ഏറ്റവും അത്യാവശ്യം. കാരണം മനുഷ്യന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. ജനപ്രതിനിധികൾ ഒരുത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞ പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടില്ല. ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല. വിളിച്ചിട്ട് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടില്ല. രാവിലെ 7 മണിയായപ്പോൾ വിളിച്ചതാണ്. ഇതുവരെ ഇപ്പം മണി 10 ആയില്ലേ, ഇതുവരെ ഒരുത്തിനും വന്നില്ല. മനുഷ്യന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. ആറ്റിലൂടെ കയറി വന്ന് ഇതിലെയാണ് കയറി. ഇതാണ് ഈ ഇടിച്ച് കളഞ്ഞ് കേട്ടോ. ഈ ഇടിച്ച് അങ്ങനെ കയറി അവിടെ കൊണ്ടായിരുന്ന കൈതൊക്കെ എടുത്ത് ഇതിലേ കയറി ഇത് ചവിട്ടി ഇങ്ങോട്ട് ചായച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കൂടി ഇപ്പുറത്ത് കയറി കാൽപ്പാടാന. 200 വർഷത്തിന് ഇപ്പുറം ഇവിടെ വന്നിട്ടേ ഇല്ല. കാരണം അച്ഛനുള്ള കാലം. അച്ഛൻ ഇപ്പോൾ 98-99 വയസ്സുണ്ട്. അച്ഛൻ്റെ കൊച്ചിലെ പോലെ ഇതുവരെ ഓർമ്മ പോലും ഇല്ല ഈ ആന ഈ പ്രദേശത്ത് വന്നു. ഇവിടുന്ന് 4-5 കിലോമീറ്റർ മേളിൽ പിന്നെ നടുവത്തുമൊഴി ആ ഭാഗത്താണ് കൂടുതൽ ആന. ആ വയക്കരയൊക്കെയുള്ള ആന ഉണ്ടായിരുന്നത് മിക്കവാറും. പക്ഷേ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വരികയാണ്. ഇവിടെ വന്നിട്ട് ആറ്റിൽ കൂടെ വന്ന് ഇതിലേക്ക് കയറി ഈ കമ്പി 3-4 പറമ്പിൽ കൂടെ കയറി ഇവിടെ കയറി വന്ന് നേരെ കിഴക്കോട്ട് ഞങ്ങളുടെ ബസ് വാഴ, ചീനി, കാച്ചിൽ എല്ലാം ചവിട്ടി നിരത്തി കിഴങ്ങ് ഇട്ടിരുന്ന കിഴങ്ങ് ഇതെല്ലാം വേലി ഇട്ടേക്കുക, നെറ്റിട്ടേക്കുക. 1.5 ലക്ഷം രൂപ മുടക്കി 4 സൈഡ് ഇവിടെ നെറ്റിട്ടിരിക്കുക. പന്നി കയറാതിരിക്കുക. പന്നിയുടെ ശല്യവും ഭയങ്കര ശല്യമാണ്. പ്ലാവും പന്നി അത് കയറാതിരിക്കാനെ കൊണ്ട്. എന്നിട്ടാണ് ഇതിനകത്ത് കൃഷി ചെയ്യുന്നത്. അതിപ്പോൾ വന്ന് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് ഇവിടുന്ന് കോന്നിക്ക് 3-4 കിലോമീറ്ററേ ഉള്ളൂ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് ഈ കുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന പഞ്ചായത്ത് ഓഫീസ് ഈ ആറ്റുകടവ്. പഞ്ചായത്ത് ഓഫീസ് കടവിൻ്റെ തൊട്ട് മേലേശായത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടോ നമുക്കറിയാം. നമ്മുടെ അപ്പൂപ്പൻ്റെ കാലത്തൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. തലമുറകളായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഫോറസ്റ്റുകാർ വന്നില്ല. അവരെ അറിയിച്ചിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നില്ല. കാരണം ഈ ഫോറസ്റ്റിന്റെ നേരെ വീട്ടിൽ പ്രായമുള്ള അച്ഛനും അമ്മയും ഉണ്ട്. അവരെന്ത് ചെയ്യണം? പിള്ളേരുണ്ട്. അവരെന്ത് ചെയ്യണം? ഈ ആന ഇങ്ങനെ വന്നാലെ കൊണ്ട് ആദ്യമായിട്ടാണ് ഇവിടോട്ട് വരുന്നത്. ഇത്രയും വർഷത്തിനോട് ആദ്യമായിട്ടാ വരുന്നത് ഇവിടോട്ട്. ഇവിടെ വന്നിട്ടേ ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ ഇറങ്ങി നടക്കുന്നതാ. അവരെന്ത് ചെയ്യണം? ആ പ്രായമുള്ളവരെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെണ്ണീറ്റ് നടക്കാൻ പറ്റാത്തവരാ. ഭയപ്പാടിലായി ഭയങ്കര ഇതിലാ. ഇത്ര 1.5 ലക്ഷം രൂപയ്ക്ക് ഇട്ട വേലിയാ. ആണോ കൃഷി നശിപ്പിച്ചു.
കൃഷി നശിപ്പിച്ചു. ഫോറസ്റ്റുകാരെ വിളിച്ചു, അവർ വരാമെന്ന് പറഞ്ഞു. രാവിലെ മെമ്പറെ വിളിച്ചോണ്ടേ മെമ്പർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരു രീതിയും ചെയ്യാൻ പറ്റത്തില്ല. ഈ മെമ്പറെ ഞങ്ങൾ എന്തിനു ജയിപ്പിച്ചു വിട്ടു? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മെമ്പറെ രാവിലെ ഞാൻ വിളിച്ചതാ. അല്ലെ മെമ്പർ ഒന്ന് വന്നൊന്ന് നോക്കണം. മെമ്പർ ഇത്രയും നേരമായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇന്നത് ചെയ്താൽ മതി എന്ന് പറയണം. മെമ്പറിന് വന്നൊന്ന് നോക്കാമല്ലോ. ആദ്യമായിട്ടാ സംഭവം ഇങ്ങനത്തെ. ഞാൻ പശുവിനെ കറന്നോണ്ടിരുന്നപ്പോഴേ ഈ താഴെ ഏതാണ്ട് ഒടിയുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു പന്നിയോ ബ്ലാവോ ആയിരിക്കും. പശുവിനെ കറന്നോണ്ടിരുന്നപ്പോ പിടിപൊട്ടി. അതുകൊണ്ട് കൈത ഈ കൈത ഇവിടെ പിഴുതിട്ട് അത് തിന്നിട്ട് ഇതിലെ ഇങ്ങനെ വന്ന് ഈടി ഇടിച്ച് ഈ കാണുന്ന ഈടി ഉണ്ടല്ലോ ഇവിടെ ഇടിച്ചിട്ട് ഇതിലെ അങ്ങനെ കയറി താഴെ നിന്ന് കയറി വന്നു മാറ്റിന്ന്.